ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 4 ലോസ് ഓഫ് മോഷൻ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഫോഴ്സ് നമ്മൾ എടുക്കും, എന്താണ് ഫോഴ്സ്, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്താണ് നമ്മൾ പറയും, ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇമ്പൾസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫോഴ്സ് എന്നുള്ളതിലേക്ക് ആദ്യം തന്നെ പോകാം. ഓക്കെ, അപ്പം വാട്ട് ഈസ് എ ഫോഴ്സ് അല്ലെ. അപ്പൊ എന്താണ് ഫോഴ്സ്? ഒരു വസ്തുവിനെ എന്ത് ചെയ്യുക, ചലിപ്പിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കണം. അതുപോലെ തന്നെ വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കണം. അതുപോലെ തന്നെ വസ്തുവിന്റെ ഡയറക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യുക, നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വസ്തുവിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ വസ്തുവിനെ എന്ത് ചെയ്യുക, മോഷൻ ആക്കാൻ അല്ലെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റാൻ, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക, ഫോഴ്സ് ആവശ്യമുണ്ട് അല്ലെ. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. എന്താണ് ന്യൂട്ടൺ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സിന് എക്സാമ്പിൾസ് കുറച്ച് നോക്കാലോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഫോഴ്സ് എന്താ പറഞ്ഞത്? ഫോഴ്സ് ക്യാൻ മേക്ക് ആൻ ഒബ്ജക്റ്റ് മൂവ്, സ്റ്റോപ്പ്, ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓർ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. അതിനാണ് എന്ത് ചെയ്യുക, ഫോഴ്സ് എന്ന് പറയാം. അതിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുഷിംഗ് എ ഡോർ ടു ഓപ്പൺ ഇറ്റ്, ഒരു ഡോർ ഓപ്പൺ ചെയ്യാനും, അതുപോലെ തന്നെ പുള്ളിങ് എ ചെയിൻ ഓഫ് എ ട്രെയിൻ, ഓക്കെ, വലിക്കുക. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ. ഓക്കെ, അതായത് ഇപ്പം പറഞ്ഞ ഫോഴ്സസ് ഒക്കെ ഇല്ലേ, അപ്പൊ ഏതൊക്കെ പറഞ്ഞത്? ഈ ഫോഴ്സസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മളിപ്പം പറഞ്ഞ ഫോഴ്സസ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇവയൊക്കെ എന്ത് ചെയ്യാം, നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം തൊടാത്ത ഫോഴ്സസ് ആണ് അല്ലെ, തൊടാതെ അനുഭവപ്പെടുന്ന ഫോഴ്സസ് എന്ത് ചെയ്യാം, നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. അപ്പം ഈ അതൊക്കെ എന്താ നമുക്ക് എന്ത് ചെയ്യാം, ലേറ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോകാം. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം അരിസ്റ്റോട്ടിൽ ഫാലസി. അപ്പൊ അരിസ്റ്റോട്ടിൽ ഫാലസി എന്നാണ് ഡിസ്കസ് ചെയ്യാം. ഈ ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് എന്നാണ്. എന്താണ് മിസ്റ്റേക്ക് എന്നാണ്? അപ്പോൾ അരിസ്റ്റോട്ടിൽ ഫാലസി എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ മോഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അരിസ്റ്റോട്ടിൽ ഫാലസി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം മോഷനെ കുറിച്ച് പല തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അതായത് അരിസ്റ്റോട്ടിൽ പറയാണ്, ഓക്കെ, അരിസ്റ്റോട്ടിൽ സെഡ് ദാറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ് എ ബോഡി ഇൻ മോഷൻ. ഒരു ബോഡിയെ എന്ത് ചെയ്യുക, ചലിപ്പിക്കാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ബോഡി ഉണ്ട്, അപ്പൊ ആ ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കണം അല്ലെ. ഫോഴ്സ് എങ്ങനെയായിരിക്കും കൊടുക്കണേ? കോൺസ്റ്റന്റ് ആക്കി കൊടുക്കണം. കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യുക, ആ ബോഡി എപ്പോഴും മൂവ് ചെയ്യുള്ളൂ അല്ലെ, അതായത് മൂവിങ്. പക്ഷെ ഇത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നീട് ഗലീലിയോ ആൻഡ് ന്യൂട്ടൻ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് ഗലീലിയോ ന്യൂട്ടൻ ഇത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോഡിയെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും എല്ലാ കേസിലും എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗലീലിയോ തെളിയിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂട്ടനും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് തെളിയിച്ചു അല്ലെ. ഓക്കെ, അതെങ്ങനെയാണ്? അതായത് ദർ ഈസ് നോ നെറ്റ് ഫോഴ്സ് റിക്വയർഡ് ഫോർ യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പൊ ഒരു യൂണിഫോം മോഷന് എന്ത് ചെയ്യുക, നെറ്റ് ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ തെളിയിക്കുന്ന വെച്ചാൽ, ഗലീലിയോ തെളിയിക്കുന്ന വെച്ചാൽ ഒരു ഇംഗ്ലണ്ടിന്റെ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ചെരിഞ്ഞ പ്രതലം എടുക്കുകയാണ്. ആ ചെരിഞ്ഞ പ്രതലത്തിൽ ഒരു ബോഡി വെച്ചിട്ട് മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് വരയ്ക്കാം. ഒരു ചെരിഞ്ഞ പ്രതലം, ഇംഗ്ലണ്ട് പ്ലേസ്. അപ്പൊ ഒരു ബോഡി ഉണ്ട്. അപ്പം ബോഡി എന്ത് ചെയ്യുക, ചെരിഞ്ഞ പ്രതലത്തിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത് മൂവ് ചെയ്യല്ലോ. ഓക്കെ, എന്ത് ചെയ്യാം, ഇതിന് മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ആ ഫോഴ്സ് കൊടുത്തില്ല, ഇംഗ്ലണ്ട് പ്ലെയിനായ പതുക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നമ്മൾ ചിലപ്പോൾ ഫോഴ്സ് കൊടുത്തില്ല, ആ ഫോഴ്സിന്റെ ബലത്തില്ല കംപ്ലീറ്റ് ആയിട്ട് ആ ബോഡി താഴോട്ട് വരും അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പോ നേരത്തെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം തെറ്റാണ്, നമുക്ക് ഈ ഗലീലിയോ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് ഇനേഷ്യ അല്ലെ. അപ്പൊ ഇനേഷ്യ എന്താണെന്ന് ആദ്യം നോക്കാം അല്ലെ. നമുക്ക് അതായത് ഒരു ചലിക്കുന്ന വസ്തുക്കളുണ്ട്, അതുപോലെ തന്നെ ചലിക്കാത്ത വസ്തുക്കളുണ്ട്. ഈ ചലിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യാം,
മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അതുപോലെ റെസ്റ്റ് നിൽക്കണം, അതായത് മോഷൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് എന്ത് ചെയ്യാം, ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ചലിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വസ്തുവിന് റെസ്റ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ വസ്തുവിന് ചലിക്കാൻ മാത്രമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പൊ ചലിക്കുകയാണെങ്കിൽ ചലിച്ചുകൊണ്ടേ ഇരിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. അത് നിൽക്കുകയാണെങ്കിൽ അതേ അവസ്ഥയിൽ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിനാണെന്ന് പറയാ ഇനേഷ്യ എന്ന് പറയാം. എന്താണ് ഇനേഷ്യ? മലയാളത്തിൽ ഇതിനെ ജഡത്വം എന്ന് പറയും. ഓക്കെ, ഇത് എന്താ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ? ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ, ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓൺ ഇറ്റ്സ് ഓൺ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഒരു വസ്തുവിന് അതിന്റെ തന്നെ അവസ്ഥയിൽ തുടരാൻ ഉള്ള കഴിവിനെയാണ് എന്ത് ചെയ്യുക, ഇനേഷ്യ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനേഷ്യ പ്രധാനമായും രണ്ടാക്കി ക്ലാസ് ചെയ്തിട്ടുണ്ട്: ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു വസ്തുവിന് അതിന്റെ റെസ്റ്റിൽ തന്നെ തുടരാനുള്ള കഴിവിനെ എന്ത് ചെയ്യുക, സോറി, റെസ്റ്റിൽ തന്നെ തുടരുന്ന കഴിവിനാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയാം. അതുപോലെ ഒരു വസ്തുവിന് മോഷനിൽ തന്നെ തുടരാനുള്ള അതിന്റെ കഴിവിനാണ് എന്ത് ചെയ്യുക, ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയാം. ഇതുപോലെ അതായത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു സ്റ്റേ അറ്റ് റെസ്റ്റ് അൺലെസ് സംതിങ് മൂവ്സ് ഇറ്റ്. അതായത് പുറമൊന്നൊരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് കൊടുക്കുന്ന വരെ എന്ത് ചെയ്യാൻ അതിന്റെ റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള കഴിവുണ്ട്. അതിനാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ദ ടെൻഡൻസി ഓഫ് എ മൂവിംഗ് ബോഡി ടു സ്റ്റേ ടു കീപ് മൂവിംഗ് അൺലെസ് സംതിങ് സ്റ്റോപ്പ് ഇറ്റ്. ഏതൊരു വസ്തു സ്റ്റോപ്പ് ചെയ്യണം, ആ വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യണവരെ എന്ത് ചെയ്യുക, അതേ അവസ്ഥയിൽ എന്ത് ചെയ്യുക, യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എന്ത് ചെയ്യുക, ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അല്ലെ. അപ്പൊ ന്യൂട്ടന് നമുക്കറിയാം പ്രധാനമായിട്ടും 3 ലോകളാണ് ഉള്ളത്. അപ്പൊ ആ ലോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേഷ്യ. എന്താണ് ലോ ഓഫ് ഇനേഷ്യ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ പറയാണ് ലോ ഓഫ് ഇനേഷ്യ. എന്താണ് ലോ ഓഫ് ഇനേഷ്യ? അപ്പം ആ ലോ എന്താണ് പറയുന്നതെന്ന് വെക്കാം. അതായത് ആ ഡെഫിനിഷൻ ആദ്യം നമ്മൾ പറയാം. എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. അല്ലേ, അതായത് എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണവരെ ഒരു ബോഡി എന്ത് ചെയ്യാം, എപ്പോഴും ഒന്നുകിൽ യൂണിഫോം മോഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എപ്പോഴും റെസ്റ്റ് തന്നെ ആയിരിക്കും. അതാണ് എന്ത് ചെയ്യുക, ലോസ് ഓഫ് മോഷൻ എന്ന് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ലോ ഓഫ് ഇനേഷ്യ പറഞ്ഞില്ലേ, ആ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് മോഷൻ തന്നെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേഷ്യ എന്നുള്ള കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എവരി ബോഡി കണ്ടിന്യൂസ് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ്. അല്ലേ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യുക, അവർ ബോഡി റെസ്റ്റിലാണ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണെന്ന് പറയാം ന്യൂട്ടൺ ഫസ്റ്റ് ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എക്സാമ്പിൾ ആയിട്ട്, when a bus suddenly stop, passengers fall forward, okay, because their body wants to keep moving. Okay, സംഭവം ഇത്രേ ഉള്ളൂ. ഒരു ബസ്സാണ്. അപ്പോൾ ബസ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബസ്സിന് ബ്രേക്ക് ചെയ്യും. ബ്രേക്കിന് പാസഞ്ചേഴ്സ് മുന്നിലോട്ട് വികാൻ പോവുക അല്ലെ, മുന്നിലോട്ട് ഇങ്ങനെ വികും, മുന്നോട്ട് ഇങ്ങനെ ചലിക്കും അല്ലെ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബസ്സിന്റെ അതേ വേഗതയായിരിക്കും അതിലിരിക്കുന്ന പാസഞ്ചേഴ്സിനുള്ളത് അല്ലെ. അപ്പം ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അതാണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇനേഷ്യ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താ, എ ബുക്ക് ഓൺ ദ ടേബിൾ സ്റ്റേസ് അണ്ടിൽ സമ്മൺ പുഷസ് ഇറ്റ് അല്ലെ. ഇപ്പൊ ഒരു സപ്പോസ് ഒരു ബുക്ക് ഉണ്ട് ഒരു ടേബിളിന്റെ മേലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് റെസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണ വരെ. അതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇതിന്റെ 2-3 എക്സാമ്പിളും കൂടി പറയാം. ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെ. അപ്പൊ ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാർപ്പറ്റിലുണ്ട്. അപ്പൊ കാർപ്പറ്റിൽ എന്ത് ചെയ്യാം, ഈ നമ്മള് ഓപ്പൺ ആയുള്ള സ്പേസിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊടികളെല്ലാം ഉണ്ടാവും അല്ലെ. പൊടികൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു വടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, ഡസ്റ്റ് അതിന് അടിച്ചു വരുന്ന ഡസ്റ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് പാർട്ടികൾസ് പോലെ പാർട്ടികൾസ് അതിന് സെപ്പറേറ്റ് ആയി പുറത്തേക്ക് പോകും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അത്രയും സമയം എന്ത് ചെയ്യുക, ആ പാർട്ടികൾസ് അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക, റെസ്റ്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ പുറത്തേക്ക് പോയിരുന്നുള്ളൂ അല്ലെ. അതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ. അതായത് when we beat the carpet, dust particles are at the rest are propelled into motion.
ദിസ് ഈസ് ബിക്കോസ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ടെൻഡ് ടു സ്റ്റേ അറ്റ് റെസ്റ്റ് ആൻഡ് ദസ് ബിക്കം സെപ്പറേറ്റഡ്. ഓക്കെ, അപ്പൊ ഇത്ര പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു എന്താ ഒരു കോയിൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതാ കോയിൻ ഉണ്ടല്ലോ, ഒരു 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 കാർഡും വെച്ചിട്ടുണ്ട്. ആ കാർഡിന് മേലെ കോയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സഡൻലി എന്ത് ചെയ്യുക, ആ ഗ്ലാസിന് മേലെ നേരെ സെൻട്രൽ തന്നെയാണ് കോയിൻ വെക്കുന്നത്. ആ ഗ്ലാസ്സിലുള്ള ആ കാർഡ് പെട്ടെന്ന് വലിക്കാം. വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോയിൻ നേരെ താഴോട്ട് തന്നെയായിരിക്കും പോവുക അല്ലെ. അതിന് കാരണം എന്താ, ഒരു ബോഡിക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ആ റെസ്റ്റ് നിൽക്കുന്ന ബോഡിക്ക് ആ റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ആ കോയിൻ എന്ത് ചെയ്യുക, ഗ്ലാസ്സിൽ നിന്ന് നേരെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ എന്ത് ചെയ്യുക, നേരെ താഴെ വീണിട്ട് ഗ്ലാസിന് അടിയിൽ പോകും. ക്ലിയർ ആണല്ലോ. അതാണ് ഇനീഷ്യോ ഓഫ് റെസ്റ്റിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെ നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. അത് ഇഫ് ആൻഡ് കാർഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ഗ്ലാസ് വിത്ത് ആൻ കോയിൻ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, ദ കാർഡ് ഈസ് ക്യാൻ ക്വിക്ക്ലി റിമൂവ്ഡ് വൈൽ ദ കോയിൻ ഫാൾസ് സ്ട്രേറ്റ് ടു ദ ഗ്ലാസ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ അടുത്ത ഇനീഷ്യോ ഓഫ് മോഷന്റെ എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു ബസ് ഉണ്ടല്ലോ, ബസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്താ, ഡ്രൈവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, പാസഞ്ചേഴ്സ് മുന്നോട്ട് വിൽക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ഇനീഷ്യോ ഓഫ് മോഷൻ ആണ്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ ഇലക്ട്രിക് ഫാനിന്റെ കേസ് പറഞ്ഞു കേട്ടോ. ഇലക്ട്രിക് ഫാൻ, അതായത് നമുക്കറിയാം വീട്ടിലുള്ള ഫാൻ എല്ലാവർക്കും അറിയാലോ. വീട്ടിലുള്ള ഫാൻ എങ്ങനെയാ, എപ്പോഴും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവുമോ, ഇല്ലല്ലോ, കുറച്ചും കൂടി ഇങ്ങനെ കറങ്ങല്ലോ. അപ്പൊ ഒരു വസ്തുവിന്റെ മോഷനിലാണെങ്കിൽ ആ മോഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ. ക്ലിയർ ആണല്ലോ. അതിനാണ് ഇനീഷ്യോ ഓഫ് മോഷൻ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫാൻ കണ്ടിന്യൂസ് ടു മൂവ് ഫോർ എ പീരിയഡ് ആഫ്റ്റർ ദ ഇലക്ട്രിസിറ്റി ഈസ് ടേൺഡ് ഓഫ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ അടുത്തിലേക്ക് പോകാലോ. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ആ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയാം. എന്താണ് ലോ ഓഫ് ഫോഴ്സ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ കോൾഡ് ലോ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് എന്താന്ന് നോക്കാം. അതായത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഇത്രയാണ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് കാര്യങ്ങൾ നോക്കണം. നമുക്ക് സപ്പോസ് ഒരു ബോഡി എടുക്കാം. ഇതാണ് ഒരു മാസ് ഉണ്ടാവും അല്ലെ ബോഡിക്ക്. ആ ഒരു ബോഡി എന്ത് ചെയ്യുക, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്യല്ലോ. അപ്പൊ അതിനൊരു വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് എന്ന് പറയുന്നത്. അതായത് മൊമെന്റ് എന്ന് പറയുമ്പോൾ ആ ബോഡിയുടെ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അതായത് v=mv. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ആ ബോഡിയുടെ വെലോസിറ്റിയും അതിന്റെ മാസും തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മുടെ മൊമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ന്യൂട്ടന്റെ ലോ പറയുന്നത് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ്. ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതിനാണ് dp/dt എന്ന് പറയാം. അത് പ്രൊപ്പോർഷണൽ ടു എങ്ങനെയാണ്, അപ്ലൈഡ് ഫോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ് പറഞ്ഞത്. F പ്രൊപ്പോർഷണൽ ടു dp/dt. ഓക്കെ, അപ്പൊ നമുക്കറിയാം P=mv എന്ന് അറിയാലോ. ആ P സ്ഥലത്ത് നമ്മൾ കൊടുത്തു നോക്കാം അല്ലെ, mv കൊടുത്തു നോക്കാം. അപ്പം F= എന്ന് കൊടുത്തു അല്ലെ. F= d/dt ഓഫ് mv. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഈ ഒരു ബോഡി ഉണ്ടല്ലോ, ഈ ബോഡിയുടെ മാസ് എപ്പോഴും ചേഞ്ച് ചെയ്യണില്ല. മാസ് എപ്പോഴും സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വെലോസിറ്റി ആണ് ബോഡിയുടെ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷന്റെ പുറത്തേക്ക് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിടന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു d/dt ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ്, അതായത് dv/dt എന്ന് പറയുന്ന പേരാണ് ആക്സലറേഷൻ. അതായത് dv/dt, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ഒരു മിനിറ്റ് ഒന്നും കൂടി ചെയ്താ, dv/dt എന്ന് പറയുന്നതാണ് ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും F= മാസ് ഇൻറ്റു ആക്സലറേഷൻ. എന്താണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്, അപ്പം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഓഫ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ആ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സപ്പോസ് ഒരു ഫുട്ബോൾ എന്ത് ചെയ്യാം,
അപ്പൊ നമുക്കിത് ഒന്നുകൂടി പറയാം. ഒരു ഫുട്ബോൾ നമ്മൾ കിക്ക് ചെയ്യാനേ. അപ്പോൾ ഒരു ഫുട്ബോൾ, ഓക്കെ, അപ്പോൾ ഫുട്ബോൾ നമുക്കറിയാം. ഫുട്ബോൾ ഞാൻ കിക്ക് ചെയ്തപ്പോൾ ഫുട്ബോൾ എന്ത് ചെയ്യുക, ഇവിടെ എത്തി. ക്ലിയർ ആണല്ലോ, ഫുട്ബോൾ ഇവിടെ എത്തി. അപ്പം പിന്നെ എന്ത് ചെയ്യുക, അടുത്ത കേസിൽ എന്ത് ചെയ്യുക, ഈ ഫുട്ബോളിനെ ഞാൻ ഒന്നുകൂടി കിക്ക് ചെയ്തപ്പോൾ ആ ഫുട്ബോൾ എന്ത് ചെയ്യുക, ഇവിടെ എത്തി. അപ്പൊ എന്താ വ്യത്യാസം? എന്താ, ആദ്യം കൊടുത്തപ്പോൾ നമ്മൾ ചെറിയ ഫോഴ്സല്ലേ കൊടുത്തേ, രണ്ടാമത് കൊടുത്തപ്പോൾ കുറച്ചും കൂടി വലിയ ഫോഴ്സാണ് കൊടുത്തത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഫോഴ്സ് കൊടുക്കുന്നത്, അതായത് ഞാൻ കൊടുത്ത ഫോഴ്സ് എന്ത് ചെയ്യുക, കൂടുതലാണ്. അപ്പം ഫോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യുക, അപ്പൊ എന്ത് ചെയ്യുക, കൂടുതൽ ദൂരത്തേക്ക് ബോൾ പോകും അല്ലെ. അതായത് ഫുട്ബോൾ മൂവ്സ് ഫാർദർ വെൻ യു കിക്ക് ഇറ്റ് ഹാർഡർ ആയിട്ട് ഒന്നുകൂടി ശക്തിയിൽ കിക്ക് ചെയ്യുന്ന ഫുട്ബോൾ ശക്തിയിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എ സ്ട്രോങ്ങർ കിക്ക് എന്ന് പറഞ്ഞാൽ മോർ ഫോഴ്സ് ആണ് അല്ലെ. സ്ട്രോങ് കിക്ക് പറഞ്ഞാൽ മോർ ഫോഴ്സ് ആണ്, ഈക്വൽ ടു മോർ ആക്സിലേഷൻ ആണ്. ഒരു സ്ട്രോങ്ങർ അത് കിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മോർ ആക്സിലേഷൻ ഉണ്ടാവും അല്ലെ. അതായത് മോർ ഫോഴ്സ് ആണ്, അപ്പം മോർ ആക്സിലേഷൻ ഉണ്ടാവും. അതായത് ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ എഫ് ഈസിക്, അതായത് ഇപ്പം കൂടി ചെയ്താ എഫ് ഈസിക്വൽ ടു എം എ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ എന്ത് ചെയ്യാ, ഫോഴ്സ് കിക്ക്, അതായത് സ്ട്രോങ്ങർ കിക്കാണ്. അപ്പൊ എന്ത് മോർ ഫോഴ്സ് അല്ലെ, ഫോഴ്സ് കൂടുകയാണ്. അപ്പൊ ഫോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യുക, ആക്സിലേഷനും കൂടുകയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. വേറെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഓക്കെ, സെക്കൻഡ് ആണ് പുഷ് ടു ബോക്സസ് വിത്ത് ദ സെയിം ഫോഴ്സ് അല്ലെ. അപ്പോൾ രണ്ട് ബോക്സസ് ഉണ്ട്. അപ്പൊ രണ്ട് ബോക്സ് അപ്പൊ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഇപ്പൊ ഒരു ബോക്സ് ആണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു ബോക്സ്, ഇത് അടുത്ത ബോക്സ്. അപ്പൊ ഈ ബോക്സ് എന്ത് ചെയ്യാ, ഈ ബോക്സിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു ഫോഴ്സ് കൊടുത്തു. അത് 6 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് കൊടുത്തു. ഈ സെയിം ബോക്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഫോഴ്സ് എന്ന് പറഞ്ഞ 6 ന്യൂട്ടൺ കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഏത് ബോക്സ് ആണ് എന്ത് ചെയ്യുക, കൂടുതൽ ദൂരം മുങ്ങാം. ഭാരം കുറഞ്ഞ ലൈറ്റർ ആയിട്ടുള്ള ബോക്സ് എന്ത് ചെയ്യുക, കൂടുതൽ ദൂരം മുന്നോട്ട് നീങ്ങാം. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ when we push two boxes with the same force, the lighter box move faster and the heavier one moves slower. അല്ലേ, ഹെവിയർ ആയിട്ട് വന്ന് മൂവ് സ്ലോവർ അല്ലേ, പതുക്കെ മൂവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഇപ്പോൾ ഇതും കവർ ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫാളിംഗ് ഒബ്ജക്റ്റിന്റെ കേസാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ സപ്പോസ് ഹെവിയർ ഒബ്ജക്റ്റ് നീഡ്സ് മോർ ഫോഴ്സ് ടു സ്റ്റോപ്പ് ഇറ്റ് വൺസ് ഇറ്റ്സ് ഫാളിംഗ് ഫാസ്റ്റ്. സപ്പോസ് ഒന്നുമില്ല അല്ലേ, ഇപ്പൊ ഒരു ഇംഗ്ലണ്ട് പ്ലെയിൻ എടുക്കുക വെച്ചോ. എന്താ കാര്യം പറയാം, ഒരു ഇംഗ്ലണ്ട് പ്ലെയിൻ എടുക്കുകയാണ് വെച്ചോ. ഒരു ഇറക്കാണ് വെച്ചോ, ഒരു കുന്നിൻ ചെരുവാന്ന് വിചാരിച്ചാൽ മതി. ഒരു കുന്നിൻ ചെരുവാണ്. അപ്പൊ ആ കുന്നിൻ ചെരുവിൽ എങ്ങനെ ഉണ്ടാവും, കുന്നിൻ ചെരുവാണേ. അപ്പൊ കുന്നിൻ ചെരുവിൽ ഒരു സൈക്കിൾ വരുന്നുണ്ട്, ഒരു സൈക്കിൾ. ഓക്കെ, അപ്പൊ സൈക്കിൾ ഇങ്ങനെയാണല്ലോ, ഒരു സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ സൈക്കിൾ വരുമ്പോ താഴോട്ട് വന്ന് നിൽക്കാം. അപ്പൊ ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ആ സൈക്കിളിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുകയാണ്. ആ സൈക്കിൾ എന്ത് ചെയ്യാം, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ സപ്പോസ് ഇതേ ഇംഗ്ലണ്ട് പ്ലെയിൻ ഇവിടെ വെച്ച് തന്നെ, ഈ പ്ലെയിനിൽ തന്നെ ഇപ്പൊ അതേമാതിരി ഒന്നുകൂടി വരയ്ക്കാം. ഈ ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഒരു സൈക്കിളിന് പകരം ഇവിടെ വരുന്നത് ഒരു കാറാണ് വിചാരിച്ചോ. ഒരു കാർ എന്ന് വരിക. അപ്പൊ ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെന്ത് ചെയ്യാം, കാറിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്ത് ചെയ്യാം, കാറ് വലിയ മാസമുള്ള കാറാണ് അല്ലെ, വലിയ ഭാരം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, കാറിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, ഒരു ബോഡി വരുന്ന, അതായത് ബോഡിയുടെ ഭാരമൊക്കെ എന്ത് ചെയ്യാം, ഭാരം കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, അതിനെ വലിയ മാസമുള്ള സാധനമല്ലേ, അപ്പൊ അതിന് പിടിച്ചു നിർത്താൻ എനിക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഭാരം കൂടിയ വസ്തുക്കൾ നിർത്താൻ കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് ന്യൂട്ടൺ, അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ആക്ഷൻ എന്ന് പറയാം. ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആണ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്കറിയാം എന്ത് ചെയ്യാം, എവരി ബോഡി, അതായത് ഇപ്പോൾ ഇതെന്താന്ന് നമുക്ക് പറയാം. എവരി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനം സമവും വിപരീതമായിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയാം. എന്താണ്, ഏതൊരു പ്രവർത്തനം സമവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ബോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ.
ഒരു ബോട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുകയാണ് അല്ലെ, ഒരു മുന്നോട്ട് ചാമുന്ന ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. ആ മുന്നോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേ സെയിം ഫോഴ്സ് ബാക്കോട്ടും കൊടുക്കുന്നത്, ആ ബോട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഇത് അങ്ങോട്ട് വരും, ബാക്കോട്ട് വരും. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് മുന്നോട്ടാണ്. അപ്പം അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷനും വരും. അതാണ് ശരിക്കും ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ. ഏതൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ആക്ഷൻ മുന്നോട്ട് കൊടുക്കുന്ന ആക്ഷനും അതുപോലെ തന്നെ റിയാക്ഷനും എന്ത് ചെയ്യുക, ഈക്വൽ ആകും. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയും. അപ്പോൾ അതിനെ എക്സാമ്പിൾ ഗൺ ഫയറിംഗ് എ ബുള്ളറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഗണ്ണ് വരയ്ക്കാം. ഒരു മിനിറ്റ്. ഒരു ഗണ്ണ് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഗണ്ണാണ് വെച്ചോ. അപ്പോൾ ഈ ഗണ്ണ്, ഓക്കെ, ഇപ്പൊ ഗണ്ണാണ്. ഓക്കെ, അപ്പൊ ഈ ഗണ്ണ് എന്ത് ചെയ്യാം, ഗണ്ണ് ബുള്ളറ്റിനെ ഫയർ ചെയ്തു. അപ്പൊ ബുള്ളറ്റ് ഇങ്ങനെയല്ല പോവാ, ബുള്ളറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് എങ്ങോട്ടേക്കും പോവാ, ബാക്കോട്ടേക്കും പോവാ. ഇത് കാരണം എന്താ, ബുള്ളറ്റ് പോകണ ശക്തിയിൽ ഗണ്ണ് എന്ത് ചെയ്യാം, ബാക്കോട്ട് പോകും അല്ലെ. അപ്പോൾ ഇതാണ് ന്യൂട്ടന്റെ അടുത്ത ലോന്റെ എക്സാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് സ്വിമ്മിങ് അല്ലേ. ഇപ്പൊ നീന്താന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നീന്തണം. അപ്പൊ സപ്പോസ് ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നീന്താൻ ഞാൻ മുന്നോട്ടാണ് കൈ കൊടുക്കുന്നത്. ഞാൻ മുന്നോട്ട് ബാക്കോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ മുന്നോട്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ അടുത്ത എക്സാമ്പിൾ പറഞ്ഞിട്ട് ബോൾ ഹിറ്റ് വാളെ. ഒരു വാളുണ്ട്. സപ്പോസ് നമുക്ക് ഇവിടെ ഒരു വാള് കൺസിഡർ ചെയ്യാം. ഇതാണ് വാളേക്കിന്റെ ഒരു ബോൾ വരികയാണ്. ബോൾ വന്നിട്ട് ഇവിടെ വാളിൽ ഹിറ്റ് ചെയ്യാണ്. ഹിറ്റ് കഴിഞ്ഞാൽ വെറുതെ നിൽക്കോ, ഇല്ലല്ലോ. ബോൾ നേരെ റിട്ടേൺ പോരും. അപ്പൊ ഇവിടെ ഒരു ആക്ഷൻ അല്ല സംഭവിച്ചത്, ആക്ഷൻ സംഭവിച്ചു. ഇവിടെ എന്ത് ചെയ്യുക, റിയാക്ഷൻ ആണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, നമുക്ക് ക്ലിയർ ആയല്ലോ. ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഇതിനാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇമ്പൾസ് എന്താണെന്ന് നോക്കട്ടോ. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഇമ്പൾസ് ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തില്ലേ, ഒരു ആണി എന്ത് ചെയ്യുക, ചുറ്റി ഉപയോഗിച്ച് അടിക്കുകയാണ് അല്ലെ. ആ അടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫോഴ്സ് വേണം. നല്ല ഫോഴ്സിൽ ആണി അടിച്ചാൽ മാത്രം എന്ത് ചെയ്യാം, ആ ആണിമേൽ അടിച്ചാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉള്ളിൽ കയറുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, വലിയ ഫോഴ്സാണ്. അപ്പൊ ഞാൻ എവിടെ നിന്ന് അടിക്കാൻ തോന്നേ, ഇവിടുന്ന് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് വരണം അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും അല്ലെ. അപ്പൊ ലാർജ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, നമ്മള് ആ ഒരു ആണിയിലേക്ക് അടിക്കുന്നത്. അപ്പൊ അപ്പോൾ മാത്രം എന്ത് ചെയ്യാം, പെട്ടെന്ന് കയറും അല്ലെ. അപ്പൊ ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ലേ, വളരെ സ്പീഡിലാണ് ഞാൻ അടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വളരെ ചെറിയ സമയം കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, സ്മോൾ ടൈം ആണ് അല്ലെ ഇതിനടുത്തത്, സ്മോൾ ടൈം. ഓക്കെ, അതിനാണ് നമ്മൾ ഡെൽറ്റ ടീം കൊടുത്താൽ, അല്ലെങ്കിൽ ചേഞ്ചിങ് സമയം അല്ലെ, വളരെ സ്മോൾ ടൈം. അപ്പം നമുക്ക് ഇവിടുന്ന് ടൈം എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് അല്ലേ. ഓക്കെ, ആ ഒരു ഇതിനാണ് എന്താ പറയാ, ഇമ്പൾസ് പറയാം. അതായത് ഇമ്പൾസ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഗിവൺ ചെറിയ സമയത്ത്, അതായത് നമ്മൾ ചെറിയ സമയത്ത് കൊടുക്കുന്ന ഫോഴ്സിനാണ് എന്ത് ചെയ്യുക, ഇമ്പൾസ് പറയാം. അതായത് നമ്മൾ ചെറിയ സമയത്ത് കൊടുക്കുന്ന ഫോഴ്സിനാണ് ഇമ്പൾസ് പറയാം. അതായത് ഇവിടെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ നോക്കാം. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. അതായത് വലിയ ഫോഴ്സ് എന്ത് ചെയ്യുക, ചെറിയ സമയത്ത് ആക്ട് ചെയ്യുക. അതിനാണ് എന്ത് ചെയ്യുക, ഇമ്പൾസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ഈക്വൽ ടു, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസ് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പൊ ഇമ്പൾസിനെ നമ്മൾ ക്യാപിറ്റൽ ഐ ആണ് സൂചിപ്പിക്കുക. ഇമ്പൾസ് ഐ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് സ്മോൾ ടൈമാണ് ഡെൽറ്റ ടി എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ് ആണ് നോക്കാം. അപ്പൊ ഇമ്പൾസ് എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. അതായത് ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ടൈം. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ. അതിനാണ് എന്താ പറയാ, ഇമ്പൾസ് എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ ആണെന്ന് പറയാം. അപ്പൊ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് അറിയാം. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത് ചെയ്യാം, എസ് എ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കട്ടോ. ഇമ്പൾസ് ക്യാച്ചിങ് എ
ഫാസ്റ്റ് മൂവിങ് ബോൾ അല്ലെ, ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിക്കറ്റിൽ എന്ത് ചെയ്യുക, ഒരു ബോൾ ക്യാച്ച് ചെയ്യാന്ന് വെച്ചോ. ആ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുക, ആ കൈ എന്ത് ചെയ്യുക, ബാക്കോട്ട് വലിക്കുന്നുണ്ട്. അത് വലിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ, അതെന്താ എത്രത്തോളം എന്ത് ചെയ്യുക, ആ ഫോഴ്സ് എന്ത് ചെയ്യുക കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ആ വരുന്ന ഫോഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കൈ ബാക്കോട്ട് വലിക്കുന്നത്. അത്രയും ഡിസ്റ്റൻസ് കുറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യുക, ഫോഴ്സും കുറയും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇമ്പൾസിന് എക്സാമ്പിൾസ് ആണ്, ക്യാച്ചിങ് എ ഫാസ്റ്റ് മൂവിങ് ബോൾസ്. അപ്പൊ ബോൾ എന്ത് പിടിക്കുമ്പോൾ നമുക്ക് അതായത് പിടിക്കാൻ ആ ഫോഴ്സ്, അതായത് ഇപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇമ്പൾസ് ഐ എന്ന് പറഞ്ഞാല് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, അപ്പൊ നമ്മള് സമയം കൂട്ടാം, നമ്മൾ ടൈം കൂടെ, അതായത് ആദ്യം കൈ ഇവിടെയായിരുന്നു, അപ്പൊ ഇവിടുന്ന് പിടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് സമയം കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ താഴോട്ട് കൊണ്ടുവരികയാണ്, താഴോട്ട് കൊണ്ടുവരുന്നാൽ സമയം കൂടി അല്ലേ, അപ്പൊ ടൈം കൂടുകയാണ്. അപ്പൊ ഇവിടെ ടൈം കൂടുകയാണ്. അതുപോലെ തന്നെ അപ്പൊ എന്ത് ചെയ്യാം, ടൈം കൂടുമ്പോ ഇമ്പൾസ് ടൈം കൂടുകയാണ്, അപ്പം ഇമ്പൾസ് എന്ത് ചെയ്യാം, ഇമ്പൾസിന് മാറ്റണ്ടോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ടൈം കൂടുകയാണ്, അപ്പൊ ഇമ്പൾസിന് ചേഞ്ച് ഉണ്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാലം ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ഓക്കെ, അപ്പൊ ഇമ്പൾസും കൂടും, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എയർ ബാഗ്സ് ഇൻ കാറിലെ എയർ ബാഗ്സ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കാറിൽ സഞ്ചരിക്കുകയാണ്, ഇപ്പൊ അപകടം പറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ, അപ്പോൾ വളരെ ഫോഴ്സ് ആണ് അല്ലെ, ലാർജ് ഫോഴ്സ് ആണ്. ചെറിയ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്നല്ലേ നമ്മള് ഒരു ഒബ്ജക്റ്റ് കാണാൻ, പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകും, പെട്ടെന്ന് ആക്സിഡന്റ് ആവാം. ചെറിയ സമയത്ത് വലിയ ഫോഴ്സ് വന്ന് എന്ത് ചെയ്യാ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയർ ബാഗ്സ് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഓപ്പൺ ആവും. അപ്പം നമുക്ക് എന്താ പറയുക, എയർ ബാഗ്സ് ഇന്നെ കാർ, അത് ഇമ്പൾസിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ എ ബാറ്റ്സ്മാൻ ഹിറ്റിംഗ് എ ബോൾ അല്ലെ. അപ്പോൾ നല്ല വേഗതയിൽ വന്നിരിക്കുന്ന ഒരു ബോളിനെ എന്ത് ചെയ്യുക, ബാറ്റ്മാൻ എന്ത് ചെയ്യുക, ഒറ്റ അടിയിലെ അടിച്ചു കഴിഞ്ഞാൽ ബോൾ പെട്ടെന്ന് മുന്നോട്ട് പോകും. കാരണം എന്താ, വലിയ ഫോഴ്സ് ആണ് ചെറിയ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യാൻ വരുന്നത്. അപ്പൊ വലിയ ഫോഴ്സ് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ ആണ്, അതിൽ വലിയ ഫോഴ്സ് കൊടുക്കുക, എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ, അപ്പൊ എന്ത് ചെയ്യുക, ബോൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് തെറിച്ചു പോകും. അപ്പൊ ഈ ബോൾ കണ്ടില്ലേ അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ വലിയ ഫോഴ്സിലെ ഇവിടെ എന്താ, ഫോഴ്സ് ലാർജ് ആണ്, സമയം എന്ന് പറഞ്ഞാൽ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാർജ് ആണ്, ഫോഴ്സ് ലാർജ് ആണ്, സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഈ പാട്ടിലെ. ഓക്കെ, അപ്പൊ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം അതെന്താന്ന് നോക്കാം. അപ്പം നമുക്കറിയാം അതെങ്ങനെ കാണാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കറിയാം ഇമ്പൾസ് മൊമെന്റ് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്, നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഇല്ലേ, സെക്കൻഡ് ലോ ഇപ്പൊ നമ്മൾ പഠിച്ചേ, എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ, അത് നമുക്ക് എഴുതാം. എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നമുക്കറിയാം എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി, അതായത് ഫോഴ്സ് ഈസിക്കൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡി ടി എങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡി പി എഴുതി കൂടെ, ഡി പി എഴുതിയല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, വലിയ ഫോഴ്സ് ചെറിയൊരു സമയത്ത് ആക്ട് ചെയ്യണ എന്ത് ഇമ്പൾസ് അറിയാം. അതായത് ഇമ്പൾസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ആയതുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇമ്പൾസ് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തരുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ഇത് നമുക്ക് ഐന്ന് എഴുതി കൂടെ. അപ്പൊ ഇമ്പൾസ് ഐ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്, ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതായത് നമുക്ക് ഒന്നുകൂടി എഴുതാം. ഓക്കെ, അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു ഒരു മിനിറ്റ്, ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, ഇതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ ഇതും നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.